Hello everyone, welcome to Aslpmommy. This is Fatima Sunaina. I'm an audiologist and speech therapist. നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ 0 to 2 years of age വരെയുള്ള ഡെവലപ്മെൻ്റ് ആണ് പറഞ്ഞത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് 2 to 4 years of ഏജിൽ വരുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഏജിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സോ ഇത് ഉപകാരപ്രദമായിട്ടുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഓൺലൈൻ സർവീസസ് സ്പീച്ച് തെറപ്പി, ഓക്കുപേഷണൽ തെറപ്പി, ബിഹേവിയറൽ തെറപ്പി, അതർ സൈക്കോളജി സർവീസസ് എല്ലാം തന്നെ നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അറിയാൻ വേണ്ടി ഒന്നുകിൽ www.rethingrehab.in സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 2 to 3 years of ഏജിൽ അല്ലെങ്കിൽ 2 to 4 years of ഏജിൽ ഭയങ്കരമായിട്ട് വൊക്കാബുലറി നല്ല രീതിയിൽ കൂടും. അവർക്ക് പറയാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ WH ക്വസ്റ്റ്യൻസ് എന്താ, എവിടെയാ, എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും ഈ ഒരു ഏജിൽ. അപ്പോൾ ഈ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അവർ ഒരുപാട് കാര്യങ്ങൾ, അത്തരം ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമ്പോഴാണ് നമ്മൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു WH ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും ഉപയോഗിക്കാനുള്ള കഴിവ് നല്ല രീതിയിൽ ഈ ഒരു പ്രായത്തിൽ കൂടും. അതേപോലെ തന്നെ സൈസ് ഡിഫറൻസസ്, അതേപോലെ പ്രൊനൗൺസ് ഞാൻ, നീ, അവൻ, അവൾ, അവർ, അങ്ങനത്തെ പ്രൊനൗൺസ് ഒക്കെ യൂസ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റും. അതേപോലെ കളേഴ്സ്, ABCD, നമ്പേഴ്സ്, മേലെ, താഴെ, ബാക്കിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയും അതിൻ്റെ ഒക്കെ കോംപ്രിഹെൻഷൻ നല്ല രീതിയിൽ വരും. അവർ യൂസ് ചെയ്യുന്നുണ്ടാവും അവരുടെ സംസാരത്തിൽ. എല്ലാ പിക്ചേഴ്സും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും, എല്ലാ കോമൺ ഒബ്ജക്ട്സ്, മറ്റേ ആനിമൽസ്, വെജിറ്റബിൾസ്, എല്ലാ കാര്യങ്ങൾക്കും അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിക്ചർ നോക്കിയിട്ട്. അതേപോലെ തന്നെ അവരുടെ ശ്രദ്ധ, അറ്റൻഷൻ സ്പാൻ നല്ല രീതിയിൽ കൂടും. നല്ല രീതിയിൽ അവർക്ക് സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമുണ്ടാകും. അതേപോലെ തന്നെ അവരെ ഭാഷയിൽ സ്റ്റോറികൾ ഉണ്ടാക്കി പറയുന്ന ഒരു പ്രായം കൂടിയാണിത്. പിന്നെ ഈ ഒരു പ്രായത്തിലാണ്, അതായത് 2 to 3 years of ഏജിലാണ് ജെൻഡർ കോൺസെപ്റ്റ് ഡെവലപ്പ് ആകുന്നത്. അതായത് നീ ആണാണോ പെണ്ണാണോ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ തുടങ്ങുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അതേപോലെ തന്നെ പക്ഷേ ഇവർ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 2 to 3 years of ഏജിൽ കുട്ടികൾ ഒരുപാട് സംസാരിക്കുമെങ്കിലും അവർ സംസാരിക്കുന്ന സമയത്ത് ഉച്ചാരണ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നാവ് അന്ന് നമ്മളെ അഡൾട്ട്സിനെ പോലെ അത്രയും ഫൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മെച്ചുവേർഡ് ആയിട്ടുള്ള നാവല്ല അല്ലേ. അപ്പോൾ അവരുടെ ഭാഗമായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ചില അക്ഷരങ്ങൾ, പ്രത്യേകിച്ചും ഈ റാ, ഡ, ട, ക്ഷ, സ്പൂണ്, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും പറയുന്നതിൽ. ചിലത് തിരിച്ചു പറയും. അതൊക്കെ നമ്മൾ വളരെ കോമൺ ആയി കണ്ടുവരുന്ന മിസ്റ്റേക്സ് ആണ്. അതൊന്നും തന്നെ വലിയ കാര്യമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ചില കുട്ടികളിൽ ഈ ഒരു ഏജിൽ സ്റ്റട്ടറിങ് പോലെ വിക്ക് പോലെ കണ്ടുവരാറുണ്ട്. നിർത്തി സംസാരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ പേരൻസിന് പൊതുവെ ഒരു ടെൻഷൻ ഉണ്ടാകും. ഇതൊക്കെ വളരെ നോർമൽ. ഈ ഒരു പ്രായത്തിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നല്ല രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഒരുപാട് ലാംഗ്വേജ് ഡെവലപ്പ് ആവും. അത് പിന്നെയും കോംപ്ലക്സ് ലെവലിലേക്ക് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് കാര്യങ്ങളുണ്ടല്ലോ, കഴിഞ്ഞു പോയതും ഇപ്പോൾ നടക്കുന്നതും അത് തമ്മിൽ അവർക്ക് നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാനും അത് അങ്ങനെ തന്നെ പറയാനും അങ്ങനത്തെ ഒക്കെ ഒരു എബിലിറ്റി ഇവിടെ ഡെവലപ്പായി തുടങ്ങും. അതേപോലെ തന്നെ റീസണിങ് സ്കിൽസ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കുട എടുക്കുന്നതെന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ, അങ്ങനത്തെ റീസണിങ് സ്കിൽസ് വളരെയധികം ഡെവലപ്പ് ആകും. എന്തിനാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നത്, മരുന്ന് എന്തിനാണ് കഴിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ. അതേപോലെ തന്നെ മണി കോൺസെപ്റ്റ്, പൈസ കൊടുത്താൽ സാധനം കിട്ടും, അങ്ങനത്തെ പൈസ ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു കോൺസെപ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വരുന്നത് ഈ ഒരു പ്രായത്തിലാണ്. അതേപോലെ അഡൾട്ട്സിൻ്റെ ആക്ഷൻസ് ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യും. ആക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആക്ഷൻസ് അല്ല, നമ്മൾ ചെയ്യുന്ന ഹൗസ് ഹോൾഡ് വർക്ക് ഉണ്ടല്ലോ, നമ്മൾ തുണി മടക്കി വെക്കുന്നത്, കുക്ക് ചെയ്യുന്നത്, അടിച്ചു വാരുന്നത്, അങ്ങനത്തെ ഈ ഹൗസ് ഹോൾഡ് വർക്ക്സ് ഒക്കെ അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാനും അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും അത് ചെയ്യാനൊക്കെ നല്ലൊരു താല്പര്യം ഈ പ്രായത്തിൽ കാണിക്കും. അതൊക്കെ ചെയ്യിക്കുക, വീട്ടിൽ കൂടെയുള്ള അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അവരെ ഹെൽപ്പ് നമ്മൾ തേടുക. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ നല്ല രീതിയിൽ അറ്റൻഷൻ സ്പാൻ വരും. സ്റ്റോറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടേതായ സ്റ്റോറീസ് ഉണ്ടാക്കി പറയാനും അവരുടേതായ എക്സ്പീരിയൻസസ് അവർ പറയാൻ വേണ്ടി ശ്രമിക്കാനും ഒക്കെ ശ്രമിക്കുക. അഡൽട്ട് ലൈക്ക് മാനറിൽ, അതായത് മുതിർന്ന ആൾക്കാർ പറയും പോലെ തന്നെ അവർ പറയും. സ്റ്റോറികളൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിക്ചേഴ്സ് കണ്ട് അതിലുള്ള ഡിസ്ക്രിപ്ഷൻസ്, കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്, അങ്ങനത്തെ ഓരോ ആൻസേഴ്സും, അങ്ങനെ ഒരു എന്താ പറയുക ഹയർ ലാംഗ്വേജ് ലെവലിലേക്ക് ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന പ്രായമാണ് 3 to 4 years of ഏജ് എന്ന് പറയുന്നത്. പിന്നെന്ന് വെച്ചാൽ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. ഈ ഏജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. നല്ല ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റി എപ്പോഴും കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം. എപ്പോഴും നമ്മൾ ആ ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യണം. ഒരിക്കലും അവരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് അത് അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് അവരെ ഷട്ട് ഡൗൺ ചെയ്യരുത്. ആ ക്യൂരിയോസിറ്റി എപ്പോഴും നമ്മൾ കൊടുക്കണം. അവർക്ക് പല പല കാര്യങ്ങളെ പറ്റി അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും. നമ്മുടെ ബോഡി ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നല്ല ക്യൂരിയസ് ആയിരിക്കും ഈ ഒരു ഏജിൽ. അപ്പോൾ അത്തരത്തിലുള്ള ബുക്സുകൾ അവരിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത്തരത്തിലുള്ള നോളജ് അവരെ
രീതിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരുടെ ബ്രെയിൻ വളരെയധികം ഡെവലപ്പ് ആകുന്ന ഒരു പ്രായമാണ് 2 to 4 years of age എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ആക്കി രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒന്നുകിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ വിസിറ്റ് www.rethinkrehab.in. Thank you for watching my video.